രാജീവൻ കൂടിയുണ്ട്. സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയുടെ നേതാവാണ്. ശ്രീ രാജീവൻ, ഇപ്പോൾ ഒരു സ്വപ്ന പദ്ധതിയാണ്. വികസനത്തിൻ്റെ കുതിപ്പ് വേണം, വേഗത്തിൽ നമുക്ക് യാത്ര ചെയ്യണം. അത് വളരെ പ്രധാനമാണ്. കേരളത്തിൻ്റെ ഭാവി എന്നത് വേഗത്തിലുള്ള യാത്ര കൂടി, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മുടെ വികസനത്തിൻ്റെ എല്ലാ സാധ്യതകളും തുറന്നു വരിക. അപ്പോൾ പകരമെന്ത്? ഇപ്പോൾ സമരം വലിയ വിജയമായി മാറുന്നു. പുതിയ സർക്കാർ ആ ലൈനിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ബദലെന്ത് എന്ന നിലയിലാണ് ഒരു സമരസമിതിക്ക് നേതൃത്വം നൽകിയ ആൾ എന്ന നിലയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി ഈ സാഹചര്യത്തെ കാണുന്നത്? അതായത് 2016 ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇറക്കിയ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടൊരു വസ്തുതയുണ്ട്. അതായത് നിലവിലുള്ള റെയിൽവേയുടെ സ്ഥലത്ത് 3ഉം 4ഉം പാത ബ്രോഡ് ഗേജിൽ പണിയാൻ കേന്ദ്ര റെയിൽവേയുമായി സഹകരിക്കും എന്നാണ്. അതുതന്നെയാണ് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥലത്ത് 3ഉം 4ഉം പാത പണിയാൻ സ്ഥലമുണ്ട്. ചില സ്ഥലങ്ങളിൽ കുറച്ച് അഡീഷണൽ എടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞ സംഗതി, നിലവിൽ ഉള്ള റെയിൽവേ ഈ ഡബിൾ ലൈൻ ചിലടത്തൊക്കെ ഡബിളിങ് ആലപ്പുഴ കായംകുളം പൂർത്തിയാക്കാനുണ്ട്. അതിപ്പോൾ ഒരു പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ സിഗ്നൽ സംവിധാനം പരിഷ്കരിക്കണം. സിഗ്നൽ സംവിധാനം പരിഷ്കരിച്ച് കഴിഞ്ഞാൽ കുറേ കൂടി കാര്യക്ഷമമായി അത് പ്രവർത്തിപ്പിക്കാൻ കഴിയും. നേരത്തെ ഉയർന്നിരുന്ന പരാതി നമ്മുടെ നിലവിലുള്ള ട്രാക്കുകൾക്ക് സ്ട്രെങ്ത് ഇല്ല എന്നതായിരുന്നു. അത് സ്ട്രെങ്ത് ഇതിനകം അവരുണ്ടാക്കി കഴിഞ്ഞു. റെയിൽവേ അത് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾക്ക് 100 കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ ഓടാൻ കഴിയുന്നത്. ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അതിൽ നിന്ന് മാറി സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് വന്നു. സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 3 മാസം മുമ്പ് നമുക്ക് തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ കൽക്കട്ടയിലേക്കോ ഡൽഹിയിലേക്കോ പോകണമെന്നുണ്ടെങ്കിൽ 3 മാസം മുമ്പ് ഇത് ഓപ്പണിംഗ് ആകുന്ന ദിവസം തന്നെ ക്ലോസ് ആകുകയാണ്. അപ്പോൾ അതിനുതകുമോ ഇത്? ഈ സ്റ്റാൻഡേർഡ് ഗേജ് ലൈൻ ഇത് കാസർഗോഡ് തിരുവനന്തപുരം ഒതുങ്ങുന്നൊരു സംഗതിയാണ്. ബ്രോഡ് ഗേജുമായി കണക്ടിവിറ്റി ഇല്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? അപ്പോൾ അതൊന്നും അഡ്രസ്സ് ചെയ്യാത്ത, ഇവിടുത്തെ കേരളത്തിലെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു പദ്ധതി എന്ന നിലയിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ ശരിയാണ്, ഇപ്പോൾ ഡേ എക്സ്പ്രസ്സുകളിലെല്ലാം നല്ല തിരക്കുണ്ട്. അത് പരിഹരിക്കാൻ ഈ നിലവിലുള്ള സംവിധാനം അത് പരിഷ്കരിച്ചുകൊണ്ട് ചെയ്യാവുന്നിരിക്കെ ഒരു സ്റ്റാൻഡേർഡ് ഗേജ് പ്രോജക്റ്റ് വേറിട്ടൊരു പദ്ധതി പണിയുമ്പോൾ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക, സാമ്പത്തിക, സാമൂഹ്യ പ്രശ്നങ്ങൾ, അതാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്നത്. ഇപ്പോൾ സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം കുടിയൊഴിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമായും കണ്ടത് പാരിസ്ഥിതിക പ്രശ്നമാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് ആ മേഖലയിലുള്ള ആളുകൾക്കറിയാം അതെന്തുമാത്രം ദുരിതമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് 2025 കമ്മീഷൻ ചെയ്യേണ്ട ഒരു പദ്ധതിയാണ്. ഇതുവരെയും കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പണി എല്ലായിടത്തും താളം തല്ലി കിടക്കുകയാണ്. പണിതെടുത്തെല്ലാം പല അപകടങ്ങളും ഉണ്ടാകുന്നു. മെറ്റീരിയൽസ് കിട്ടുന്നില്ല. കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പാറ കൊണ്ടുവരേണ്ടി വരുന്നു. കേരളം ഇന്ന് ഏകദേശം ഒരു മഴ പെയ്താൽ വെള്ളത്തിലാകുന്നൊരവസ്ഥയാണ്. ഈ ഹൈവേയുടെ കിഴക്ക് ഭാഗത്തുള്ള സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ വീണ്ടും ഈ 293 കിലോമീറ്റർ നീളത്തിൽ വലിയ ഒരു എംബാങ്ക്മെൻറ്റ് കെട്ടി ഇങ്ങനൊരു പ്രൊജക്റ്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, എൻ്റെ സ്വദേശം അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ പായൽക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് 45 മീറ്ററുള്ള ഹൈവേ ക്രോസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇടത്തേക്ക് 2 കിലോമീറ്റർ, വണ്ടിയിലാണെങ്കിൽ ഇടത്തേക്ക് 2 കിലോമീറ്റർ പോയി വീണ്ടും വലത്തേക്ക് 2 കിലോമീറ്റർ വരണം. അതുപോലെ തന്നെ നടന്നാണെങ്കിൽ എനിക്ക് 1 കിലോമീറ്റർ അമ്പലപ്പുഴ ജംഗ്ഷനിൽ വന്ന് വീണ്ടും ഇടത്തേക്ക് 1 കിലോമീറ്റർ സഞ്ചരിക്കണം. ഇതെൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ വേഗത ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ന്യൂനപക്ഷം വരുന്ന ആളുകളുടെ വേഗതയ്ക്ക് വേണ്ടി വാദിക്കുന്നതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. സിൽവർ ലൈൻ അത്തരമൊരു പദ്ധതിയായിട്ട് മാറും. ഇത് 500 മീറ്റർ ഇടവിട്ട് അണ്ടർപാസ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള റെയിൽവേക്ക് എല്ലാ അണ്ടർപാസിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. കേരളം ഒരു വെള്ളക്കെട്ടുള്ള ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുമാത്രം ഉയരത്തിൽ കെട്ടിയാലേ അത് ഒഴിവാക്കാൻ പറ്റൂ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായൊരു പഠനവും നടത്താതെ വെറുതെ ഒരു തട്ടിക്കൂട്ട് പ്രൊജക്റ്റ് ഒരു DPR എന്ന് പറഞ്ഞുണ്ടാക്കി അത് സബ്മിറ്റ് ചെയ്ത് ആരും എതിർക്കില്ല എന്ന് കരുതി. കാരണം ഞങ്ങളിതിനെ എതിർക്കുന്ന സമയത്ത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ആരും ഇതിനെതിരായിരുന്നില്ല. ഇതിന് മീഡിയാസ് പോലും ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് അതിനെക്കുറിച്ച് മീഡിയാസും രാഷ്ട്രീയ നേതൃത്വം എന്നിട്ട് UDF പഠന സമിതി വെക്കേണ്ടി വന്നു. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ശക്തവും വ്യക്തമായ നിലപാടെടുത്തത്. ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ സാറ് അങ്ങനെയാണ് ഈ സമരത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ സമരം ശക്തമായത്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നു, നിങ്ങൾ മീഡിയാസ് എല്ലാം വന്നു, ഇതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്
അങ്ങനെ ജനങ്ങളുടെ ഒരു പ്രക്ഷോഭണമായി, കുറച്ച് ഇരകളുടെ പ്രശ്നമല്ല, അല്ലെങ്കിൽ കുറേ പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രശ്നമല്ല, ഇത് കേരളത്തിൻ്റെ ആകെ ഒരു പ്രശ്നമാണ് എന്ന ഒരു തലത്തിലേക്ക് സമരം ഉയർന്നു വന്നതിനെ തുടർന്നാണ് ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ പ്രതിരോധം ഉയർത്താൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിന് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനമെടുത്തത്. ഇപ്പോൾ നേരത്തെ റോസ്ലിൻ ഫിലിപ്പ് പറഞ്ഞ പോലെ അതിവേഗ റെയിൽവേക്കാൾ വേഗത്തിലൊരു തീരുമാനമുണ്ടായി. ഞങ്ങൾ ഇന്നലെയാണ് നിവേദനം കൊടുത്തത്. അടുത്ത ക്യാബിനറ്റിൽ പരിഗണിക്കാമെന്ന് പറഞ്ഞു. എങ്കിലും ഇന്ന് പരിഗണിക്കുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. ഞങ്ങൾ ഒരു വിജയാഘോഷത്തിനുള്ള തയ്യാറെടുപ്പൊന്നും നടത്തിയിരുന്നില്ല. ഞാൻ പറഞ്ഞത് അത്രയും പെട്ടെന്ന് തീരുമാനമെടുത്തു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനകത്ത് കൃത്യമാണ്, ഞങ്ങളുടെ ഡിമാൻഡ് കൃത്യമാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ഇതിനു വേണ്ടി 2020 തീരുമാനം റദ്ദാക്കണം. അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ പിൻവലിച്ച് ഉത്തരവിറക്കണം. എടുത്തിട്ടുള്ള കേസുകൾ കോടതിയിലുള്ളതുകൊണ്ട്, പോലീസ് സ്റ്റേഷനിലുണ്ട്, അത് പിൻവലിക്കണം. സമയത്തിട്ട കുറ്റികളെല്ലാം ഊരിക്കളഞ്ഞു. പക്ഷേ അതിനു മുമ്പ് രഹസ്യമായി ഇട്ട കുറ്റികൾ ഇപ്പോഴും കിടപ്പുണ്ട്, അത് ഊരിക്കളയണം. അതെല്ലാം ഇന്ന് പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം വന്നിരിക്കുന്നു. വലിയ സന്തോഷമാണ് ഗവൺമെൻറ് ഇങ്ങനൊരു തീരുമാനമെടുത്തതിൽ. അതിന് ഈ ഗവൺമെൻറ്റിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. പക്ഷേ ഞങ്ങൾ ജാഗ്രതയോടുകൂടിയിരിക്കും. പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന ഏത് പദ്ധതി കൊണ്ടുവന്നാലും സമരസമിതി ഇനി തുടരുക തന്നെ ചെയ്യും. ഓക്കെ.